നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ പറയുന്ന ടോപ്പിക്ക് കയ്യിലെ ഹൃദയരേഖ അല്ലെങ്കിൽ ഹേർട്ട് ലൈൻ നിങ്ങളുടെ പ്രണയം, വികാരങ്ങൾ, മനസ്സിൻ്റെ സ്ഥിരത എന്നിവയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് സാധാരണയായി ഒരു ചെറു വിരലിൻ്റെ കീഴിൽ തുടങ്ങി ചൂണ്ടുവിരലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന രേഖയാണ് നമ്മൾ ഹേർട്ട് ലൈൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഹൃദയരേഖയിൽ നമുക്ക് ഈ ഒരു ഹൃദയരേഖയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഹൃദയരേഖയുടെ ലൈനിനകത്ത് എന്തെങ്കിലും വെട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഹൃദയരേഖയിൽ കാണുന്ന ചില പ്രശ്ന സൂചകങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, രേഖ പൊട്ടിപ്പൊട്ടിയായി കാണുന്നത്, അല്ലെങ്കിൽ രേഖ സ്പ്ലിറ്റ് ചെയ്ത് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയരേഖയുടെ രേഖയാണ്. അപ്പം അത് റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകുന്നത് ബ്രേക്ക് ചെയ്യുന്നു, ഇമോഷണലായിട്ട് ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നു, മനസ്സിന് ഒരു സ്ഥിരമല്ല, പല വിഷമങ്ങളും വരുന്ന ഒരു ഘട്ടത്തെയാണ് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത്. അടുത്ത ചെറിയ ദ്വീപ് അല്ലെങ്കിൽ ഐസ്ലൻഡ് രൂപങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു. ചില സമയങ്ങളിൽ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നു. അടുത്ത മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് അല്ലെങ്കിൽ എക്സ് അടയാളങ്ങൾ എന്നാൽ എന്തെന്ന് പറയുമ്പോഴത്തേക്ക് ഹൃദയരേഖയിൽ വരുമ്പോഴത്തേക്ക് ലവ് ഫെയിലിയർ അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ പോലെയുള്ള ടൈപ്പ് ലൈനാണെങ്കിൽ വളരെയധികം സെൻസിറ്റീവ് നേച്ചറായിരിക്കും. ചെറിയ കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്ത് സ്ട്രെസ് അനുഭവിക്കുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. പിന്നെ താഴോട്ട് പോകുന്ന ശാഖകളാണെങ്കിൽ ഡിപ്രഷൻ ടെൻഡൻസി, റിലേഷൻഷിപ്പ്, ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നു. പിന്നെ ഹൃദയരേഖ വളരെ ചെറുതാണെങ്കിൽ വികാരങ്ങൾ കുറവാണെന്നും പ്രാക്ടിക്കൽ തിങ്കിങ് ആണെന്നും ലവ് എക്സ്പ്രസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിക്ക് അല്ലെങ്കിൽ ഡീപ്പ് ലൈൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൊസസീവ്നെസ്സും ഇമോഷണൽ അപ്പോൾ നമുക്ക് വളരെയധികം പൊസസീവ്നെസ്സും ഇമോഷണൽ ഇൻറ്റൻസിറ്റിയും ചിലപ്പോൾ ഓവർ തിങ്കിങ്ങും ഒക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രേഖകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഈ കയ്യിൽ ഹൃദയരേഖകൾ വന്നു കഴിയുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ രേഖകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഒരുപാടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയരേഖയിൽ എന്തെങ്കിലും കാണുന്ന പ്രശ്നങ്ങൾ, സൂചകങ്ങൾ, അതുപോലെ തന്നെ രേഖ പൊട്ടിപ്പോയത് കാണുന്നതും ഒക്കെ നമുക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം രേഖ പൊട്ടിപ്പൊട്ടിയായിട്ട് കാണുന്നതും ചെറിയ ദ്വീപുകളുള്ളതും ക്രോസ് ആയിട്ടുള്ള അടയാളങ്ങൾ വരുന്നതും ചെയിൻ പോലത്തെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും താഴോട്ട് പോകുന്ന ഹൃദയരേഖയിൽ നിന്നുള്ള ശാഖകൾ, ഇതൊക്കെ തന്നെയും അതുപോലെ തന്നെ ഹൃദയരേഖ വളരെ ചെറുതായിരിക്കുക അല്ലെങ്കിൽ വളരെ തിക്ക് അല്ലെങ്കിൽ ഡീപ്പ് ലൈനായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉടലെടുക്കുന്ന ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഇതുവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഓക്കെ, ബൈ ബൈ.